വെള്ളായണി കായൽ വീണ്ടെടുക്കാൻ ശ്രമങ്ങൾക്ക് ഊർജം നൽകി ഹൈക്കോടതി വിധി. 3 മാസത്തിനകം കായലിന്റെ അതിർത്തി നിർണ്ണയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കായലിന്റെ യഥാർത്ഥ വിസ്തൃതി കണ്ടെത്തിയാൽ വ്യാപകമായ കയ്യേറ്റങ്ങളടക്കം ഒഴിപ്പിക്കേണ്ടി വരും. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിൽ ശാസ്താംകോട്ട കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള ജലാശയം. 2000 ഏക്കറിലധികം വിസ്തൃതിയുള്ള തടാകമായിരുന്നു ഒരു കാലത്ത് വെള്ളായണി കായൽ. ഇപ്പോൾ 10-1 ചുരുങ്ങിയെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ കണക്കുകൂട്ടുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പിന്തുണയോടെയുള്ള കയ്യേറ്റങ്ങളാണ് കായലിനെ നശിപ്പിച്ചത്. പല ഭാഗങ്ങളും കായൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം കരയായി മാറി. വീടുകളും റിസോർട്ടും ചുറ്റും ഉയർന്നു പൊങ്ങി. കല്ലിയൂർ, വെങ്ങാനൂർ, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ് കൂടിയാണ് വെള്ളായണി. ഈ തടാകത്തെ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കായൽ പുനരുജ്ജീവനത്തിന് സർക്കാർ ഒഴുക്കിയ കോടികളും ചെറുതല്ല. 96.5 കോടി രൂപയുടെ പുതിയ പദ്ധതി കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനിടയിൽ വന്ന കോടതി വിധി പരിസ്ഥിതി പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ട്. കാര്യം 2012 മുതൽ തുടങ്ങിയ പോരാട്ടമാണിത്. ഇപ്പോൾ ഹൈക്കോടതി അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതിലാണ് ആശങ്ക ഉള്ളത്. കയ്യേറിയ വസ്തുക്കളൂടെ ഇതിന്റെ കൂടത്ത് അളന്ന് തിട്ടപ്പെടുത്തി, ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി കായലിനോട് ചേർക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. സംരക്ഷണം ഉറപ്പാക്കാൻ തടാകത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കാനും 50 മീറ്റർ ബഫർ സോൺ അതിർത്തി നിർണ്ണയിക്കാനും ഹൈക്കോടതി സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രേഖകളിലുള്ള യഥാർത്ഥ വിസ്തൃതി വീണ്ടെടുക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, പതിറ്റാണ്ടുകളായി കൃഷി ചെയ്ത് കരയാക്കി മാറ്റിയ ഭൂമിയും വീണ്ടെടുക്കണം. ശുദ്ധജല തടാകമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന ജലസ്രോതസ്സാണ്. കട്ടെടുത്തതിന്റെയും കയ്യേറ്റത്തിന്റെയും ശേഷിപ്പാണ് ഇപ്പോഴത്തെ വെള്ളായണിക്കായൽ. ഇതെങ്കിലും സംരക്ഷിക്കപ്പെടണം. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.